നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുടെ ഡിസ്കഷനാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കോർബ കൽക്കരി പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരി പാടം ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഛാരിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ജാർഖണ്ഡിലാണ് ഛാരിയ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് ഏത്? കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാലും കൽക്കരിയാണ്. ഇനി കൽക്കരി എന്ന് പറയുമ്പോൾ ലിഗ്നൈറ്റ് ഉണ്ട്, ബിറ്റുമിനസ് ഉണ്ട്. അപ്പോൾ ഈ ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരമുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരമുള്ള കൽക്കരി. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണെന്ന് ചോദിച്ചാൽ ലിഗ്നൈറ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ്. ഇനി പെട്രോളിയത്തെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? അസമിലെ ദിഗ്ബോയി. അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത്. അപ്പൊ ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. പ്രധാന കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഝാരിയയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി ഏതാണ്? റാണിഗഞ്ച്. റാണിഗഞ്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി. റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണോ? ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണ്. രണ്ടാം സ്ഥാനം സൗദി അറേബ്യ. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ ഫുൾ ക്വസ്റ്റ്യൻസ് 100 ചോദ്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള അനുബന്ധ വിവരങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കുറച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th പ്രിലിംസ് ഒള്ളി ബാച്ച്, 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LD, കമ്പനി LGS, ഫയർമാൻ, ജനറൽ PSC മുതലായ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി പ്ലാനോട് കൂടിയാണ് കോഴ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCRT NCRT ക്ലാസ്സുകൾ, ഇതൊക്കെ കോഴ്സുകളിൽ അവൈലബിൾ ആണ്. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ 10th പ്രിലിംസ് ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. അതിൻ്റെ 100 ചോദ്യം, മാത്സ് ആൻഡ് മെന്റലിബിലിറ്റി അടക്കം കറണ്ട് അഫയേഴ്സ് അടക്കം 100 ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും ഈ എല്ലാ കോഴ്സുകളിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളെല്ലാം വരുന്നത് ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ്. ഞാനാണ് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ, ധൂബ്രി എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 1 അലഹാബാദ് ഹാൽദിയ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിൽ ഒന്നാണ് ദേശീയ ജലപാത 1 NW1. അലഹാബാദ് ഹാൽദിയ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. NW2 സാദിയ ധൂബ്രി. NW2 ബന്ധിപ്പിക്കുന്നത് സാദിയ ധൂബ്രി. NW3 ബന്ധിപ്പിക്കുന്നത്
കൊല്ലം കോട്ടപ്പുറമാണ്. ഇപ്പൊ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം കോഴിക്കോടാണ്, പക്ഷെ നമ്മുടെ SCERT കൊല്ലം കോട്ടപ്പുറമാണ് തന്നിരിക്കുന്നത്. NW4 ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളും കാക്കിനാട മുതൽ പുതുച്ചേരി വരെയുള്ള ഭാഗത്തെ കനാലുകളുമാണ് ഏത്? NW4. ഇനി NW5 ബ്രഹ്മണി, മാതായി നദികളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളും മഹാനദി, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഡെൽറ്റ നീർച്ചാലുകളും പൂർവ്വതീര കനാലുകളും ചേർന്നതാണ് NW5. അപ്പൊ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? NW3 ആണ്. NW3. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി സ്ഥാപിതമായ വർഷം? ഇൻലൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IWAI, ഇൻലൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപിതമായത് 1986. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? നോയിഡയാണ് ആസ്ഥാനം. 1986 ഒക്ടോബർ മാസം 27 സ്ഥാപിതമായത്. ആസ്ഥാനം എവിടെയാണ്? നോയിഡ. ഇനി ദേശീയ ജലഗതാഗത നിയമം 2016 നിലവിൽ വന്നത് എന്നാണ്? അതായത് നാഷണൽ വാട്ടർവേസ് ബിൽ നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12 2016 ഏപ്രിൽ 12. ഇതനുസരിച്ച് നിലവിൽ ഇന്ത്യയിൽ എത്ര ദേശീയ ജലപാതകളാണുള്ളത്? 111 ദേശീയ ജലപാതകളാണുള്ളത്. അതിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 1, NW1. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏതാണെന്ന് ചോദിച്ചാലും ദേശീയ ജലപാത 1 തന്നെയാണ്. ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗംഗയുടെ അലഹാബാദ്, ഹാൽദിയ, ഭഗീരഥി, ഹൂഗ്ലി ഭാഗം ആണ് ഏത് എന്ന് ചോദിച്ചു. ദേശീയ ജലപാത 1 ആണ്. ദേശീയ ജലപാത 1. അടുത്ത ചോദ്യം നോക്കാം. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ് ആണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം. റിമോട്ട് സെൻസിംഗ് എന്താണ്? വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിംഗ് ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിംഗ്. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് ഏത്? റിമോട്ട് സെൻസിംഗ് അഥവാ വിദൂര സംവേദനം. അപ്പൊ വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ്. സെൻസേഴ്സിന്റെ മലയാളമാണ് എന്ത്? സംവേദകങ്ങൾ. ഈ സെൻസേഴ്സിന് ഉദാഹരണം, അതായത് വിവരങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് സെൻസേഴ്സ്. സെൻസ് ചെയ്തെടുക്കാൻ ക്യാമറ, സ്കാനറുകൾ ഇവയൊക്കെ എന്താണ്? സംവേദകങ്ങളാണ്. ഇനി ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ എത്രയായിട്ട് വർഗീകരിക്കാം? എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 2 ക്ലാസിഫൈ ചെയ്യാം. ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ 2 ക്ലാസിഫൈ ചെയ്യാം. പരോക്ഷ വിദൂര സംവേദനമെന്നും പ്രത്യക്ഷ വിദൂര സംവേദനമെന്നും. പരോക്ഷ വിദൂര സംവേദനം എന്നാൽ പാസീവ് റിമോട്ട് സെൻസിങ്. പ്രത്യക്ഷ വിദൂര സംവേദനം എന്നാൽ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഇപ്പൊ പരോക്ഷം പാസീവ്, പ്രത്യക്ഷം ആക്റ്റീവ്. ഇനി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ എത്രയായി തരംതിരിക്കാം? 3 തരംതിരിക്കാം. ഇതിന്റെ സോഴ്സ് ഒക്കെ SCERT ആണ്. 10th സ്റ്റാൻഡേർഡ് SCERT ജോഗ്രഫി. അപ്പോൾ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വിദൂര സംവേദനത്തിന്റെ വർഗീകരണം എങ്ങനെയാണ്? 3 ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ഓക്കെ, അടുത്ത ചോദ്യം. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇതും SCERT 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ചാപ്റ്ററിലുള്ളതാണ്. നറോറ ആണവോർജ നിലയം ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. താരാപൂർ ആണവോർജ നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. റാവത് ഭട്ട രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാവത് ഭട്ട, കോട്ട എന്നീ ആണവോർജ നിലയങ്ങൾ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാക്കവും കൂടംകുളവും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. കൈഗ ആണവോർജ നിലയം കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്നു. കാക്രപ്പാറ ആണവോർജ നിലയം എവിടെയാണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നറോറ ഉത്തർപ്രദേശ്. അപ്പൊ നറോറ ഉത്തർപ്രദേശ്, കാക്രപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടകം, കൽപ്പാക്കവും കൂടംകുളവും ഏത് സംസ്ഥാനമാണ്? തമിഴ്നാട്. റാവത് ഭട്ട രാജസ്ഥാൻ, താരാപൂർ മഹാരാഷ്ട്ര.
ഓക്കെ, ഇനി നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഗംഗാ നദിയുടെ തീരത്താണ് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയൊക്കെ? പാലക്കാട്, കൊല്ലം, വിശാഖപട്ടണം, മഹാനദി ഡെൽറ്റ എന്നീ പ്രദേശങ്ങളിൽ. ഇപ്പോൾ ഇന്ത്യയിൽ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? പാലക്കാട്, കൊല്ലം, വിശാഖപട്ടണം, മഹാനദി ഡെൽറ്റ. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം ഏതാണ്? താരാപൂർ ആണ്. താരാപൂർ ഏത് സംസ്ഥാനം? മഹാരാഷ്ട്ര. താരാപൂർ ഏത് സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ താരാപൂർ ആണെന്ന് ഓർക്കുക. ഈ കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞില്ലേ? കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? റഷ്യയാണ് കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം. ഈ കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകനുണ്ട്. PSCയുടെ സ്ഥിരം ചോദ്യമായിരുന്നു. ആരാണ് അദ്ദേഹം? ഉദയകുമാർ ആണ്. SP ഉദയകുമാർ. കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകനാര്? SP ഉദയകുമാർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി മാസം 24. 1950 ജനുവരി മാസം 24-നാണ് ദേശീയ ഗാനമായ ജനഗണമന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണ്? 52 സെക്കൻഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 52 സെക്കൻഡ്. ഷോർട്ട് വേർഷൻ പാടി തീർക്കാൻ, അതായത് ഹ്രസ്വ പതിപ്പ് പാടാനെടുക്കുന്ന സമയം, ദേശീയ ഗാനത്തിന്റെ ഷോർട്ട് വേർഷൻ അഥവാ ഹ്രസ്വ പതിപ്പ് പാടാനെടുക്കുന്ന സമയം 20 സെക്കൻഡ് ആണ്. 20 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജനഗണമനയുടെ ഒറിജിനൽ പതിപ്പ് ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ബംഗാളി ഭാഷ. പക്ഷേ ഇന്ത്യയുടെ ദേശീയ ഗാനം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഹിന്ദി പതിപ്പായിരുന്നു. ഹിന്ദി പതിപ്പ്. ഇനി ജനഗണമന ആദ്യമായി പൊതുവേദിയിൽ ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. 1911 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച വനിത ആരാണ്? സരളാദേവി ചൗധരാണി. സരളാദേവി ചൗധരാണി. ജനഗണമനയുടെ ഇംഗ്ലീഷ് പതിപ്പ് എഴുതിയതാരാ? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇംഗ്ലീഷ് പതിപ്പിന്റെ പേരെന്താണ്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നതാണ്. ഇനി ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? തത്വബോധിനി പത്രിക. തത്വബോധിനി പത്രികയിലാണ് ജനഗണമന ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണം. ശങ്കരാഭരണം. ദേശീയ ഗാനത്തിന് ഈണം നൽകിയ വ്യക്തി ആരാ? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ഇനി ദേശീയ ഗാനത്തിന്റെ ആദ്യ വരികളും അവസാന വരികളും അടങ്ങുന്ന ഒരു ചെറിയ പതിപ്പ്, ഹ്രസ്വ പതിപ്പ് ചില അവസരങ്ങളിൽ പ്ലേ ചെയ്യാറുണ്ട്. അതാണ് 20 സെക്കൻഡ്. 20 സെക്കൻഡ് പാടാനെടുക്കുന്ന സമയം. ദേശീയ ഗാനമായ ജനഗണമനയിൽ പരാമർശിക്കുന്നതും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തതുമായ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ സിന്ധാണ്. സിന്ധ്. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് വന്ദേ മാതരം. വന്ദേ മാതരം. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച മാസിക ഏത്? ബംഗദർശൻ. ബംഗദർശൻ എന്ന മാസികയിലാണ് ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ഏത്? ദുർഗേശ നന്ദിനി. ഓപ്ഷൻ സി, ദുർഗേശ നന്ദിനിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ. ഇദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ ഏതൊക്കെ? ദേവി ചൗധരാണി, മൃണാളിനി, വിഷവൃക്ഷ,
കൃഷ്ണ ചരിത്ര, ദേവി ചൗധരാണി, കപാലകുണ്ടല, മൃണാളിനി, കൃഷ്ണ ചരിത്ര, വിഷവൃക്ഷ ഇതൊക്കെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികളാണ്. ആനന്ദമഠം എന്ന നോവലിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ വ്യക്തിയാര് എന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി PSC എപ്പോഴും ചോദിക്കുന്നതാണ് വരിക വരിക സഹചരേ എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? അംഷി നാരായണ പിള്ള. അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരേ എന്ന ഗാനത്തിന്റെ രചയിതാവ്. സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം ഉറുദു ഗാനമാണ്. ഉറുദു കവിയാണ് എഴുതിയത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹം അല്ല എന്നതാണ് തെറ്റ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ പരിപൂർണമോ അനിയന്ത്രിതമോ അല്ല. അതിനുമേൽ ഗവൺമെന്റിന് യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മൗലികാവകാശങ്ങൾ എന്താണ്? പരിപൂർണമോ അനിയന്ത്രിതമോ അല്ല. അതിനുമേൽ ഗവൺമെന്റിന് യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് എന്ന് ഓർക്കുക. അപ്പൊ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാ? ഭാഗം 3. ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ്. എന്താണ് മൗലികാവകാശങ്ങൾ? വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിനും വ്യക്തിക്ക് അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിനും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് ഏത്? മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഇത് തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണോ? അദ്ദേഹത്തിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റു ആണോ? മോത്തിലാൽ നെഹ്റു ആണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങൾ എത്രണ്ണമാണ്? 7 എണ്ണം. എന്നാൽ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. അപ്പോൾ നിലവിൽ വന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 6 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം കുറവ് വന്നത് ഏതാണ്? സ്വത്തവകാശം. അപ്പൊ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിലാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഏതു ഭേദഗതി? 44-ാം ഭരണഘടനാ ഭേദഗതി. വർഷം 1978. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമനിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രാജസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുക, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്നിവയാണ്. ഇനി കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുണ്ട്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുടെ അംഗസംഖ്യ 1 ചെയർമാനും 10-ൽ കവിയാത്ത അംഗങ്ങളുമാണ്. 1 ചെയർമാനും 10-ൽ കവിയാത്ത അംഗങ്ങളും. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം 2005. വിവരാവകാശ നിയമം പാസാക്കിയ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം. പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്ര രൂപയാണ്? 10 രൂപയാണ്. BPL വിഭാഗത്തിന്
ഈ ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. BPL വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഇനി പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിനകം? 30 ദിവസത്തിനകം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 35 ദിവസത്തിനകമാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവനും അതുപോലെ സ്വാതന്ത്ര്യവും അതിനെപ്പറ്റിയുള്ള വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വിവരം നൽകേണ്ടതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 തന്നെയാണ്. 2005 ഒക്ടോബർ മാസം 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവൻ, ന്യൂഡൽഹി. ഇനി നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ വിവരം നൽകാതിരുന്ന എന്ത് ചെയ്യണം? തെറ്റായ വിവരം നൽകിയാലോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ വിവരം നൽകാതിരുന്നാലോ ഉദ്യോഗസ്ഥൻ 250 രൂപ വീതം ദിവസവും പിഴ കൊടുക്കണം. 250 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ നൽകേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും